ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖം മാത്രമല്ല ശരീരം മുഴുവനും നമുക്ക് നിറവെക്കാൻ സഹായിക്കുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെല്ലാം ഇതിൽ ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെ ഉപയോഗിച്ചാലാണ് ഇതിന് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇത്തരം ബ്യൂട്ടി ടിപ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇത് മുഖത്തെ കറുത്ത പാടുകളും കരുവാളിപ്പും അതുപോലെ നമ്മളെ ശരീരത്തിൽ കഴുത്തിലും ഇടുപ്പുകളിലെല്ലാം ഉള്ള കറുത്ത പാടെല്ലാം മാറി നല്ല നിറവും തിളക്കം വരാൻ സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ. ആദ്യം തന്നെ ഇത് നമുക്ക് വേണ്ടത് കടലമാവാണ്. 1 ടേബിൾ സ്പൂണോളം കടലമാവ് എടുക്കുക. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി വറുക്കാത്ത അരിപ്പൊടി എടുക്കുക. പുട്ടിൻ്റെ അരിപ്പൊടിയൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞളോ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയോ എടുക്കുക. പിന്നെ വേണ്ടത് അലോവേര ജെല്ലും കുറച്ച് പാലുമാണ്. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പാക്ക് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള ആ ഒരു പാല് നിങ്ങൾക്ക് ഒഴിക്കുക കേട്ടോ. അധികം ലൂസാക്കി എടുക്കാൻ പാടില്ല, കാരണം ഇതിലൊത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഇതാക്കി എടുക്കുക. നിങ്ങൾ ഇത് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാൽ യൂസ് ചെയ്യണമെന്നില്ല. പകരം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഈ റോസ് വാട്ടർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫേസിലേക്കാണെങ്കിൽ പാലും റോസ് വാട്ടറും കൂടി നിങ്ങൾ മിക്സ് ചെയ്യുക കേട്ടോ. റോസ് വാട്ടർ 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ മാത്രം മതി. പിന്നെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിലുള്ള റോസ് വാട്ടർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ റോസ് വാട്ടർ നിങ്ങളുടെ അടുത്തില്ല എന്നാണെങ്കിൽ ബോഡിയിലേക്ക് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മളെ ഫേസ് പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് നല്ലോണം ആദ്യം ഫസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷം മുഖത്തേക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ തേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലിലേക്ക് സർക്കുലർ മോഷനിൽ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ തേച്ച് കൊടുക്കുക. വെറുതെ വാരി തേച്ച് കഴുകി കളഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ ഫേസിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് തന്നെ മുഖത്തേക്ക് പിടിപ്പിച്ച് കൊടുക്കുക. നല്ലോണം പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എല്ലാന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങൾ ഫേസിൽ വെക്കൽ നിർബന്ധമാണ് കേട്ടോ. അതിനുശേഷം ഇത് സാധാരണ വെള്ളത്തിലേക്ക് കഴുകിക്കളയുക. നിങ്ങൾ കുളിക്കുമ്പോൾ ആണെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കഴുത്തിലുള്ള കറുപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതൊന്ന് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക കേട്ടോ. 10 മിനിറ്റ് ഒന്ന് ബോഡിയിൽ വെക്കുക. അതിനുശേഷം കുളിച്ച് കളയുക. നിങ്ങൾ ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകളെല്ലാം ആണെങ്കിൽ അവർക്ക് നല്ലോണം ശരീരത്തിൽ ഒരുപാട് ടാൻ അടിച്ചിട്ടുണ്ടാവും. അത് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വന്ന ആ ഒരു കറുപ്പ് നിറം മാറാനെല്ലാം വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. അപ്പോൾ പാലിന് പകരം അങ്ങനെ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്. പക്ഷേ അത് പെർമനൻ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഫേസ് പാക്കായിട്ട് മുഖത്ത് ചെയ്യുക. ബോഡിയിൽ നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തരിതരിപ്പുള്ള അരിപ്പൊടി എടുക്കാൻ പാടില്ല. അത് സ്ക്രബായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. നമ്മൾ ഡെയിലി ഫേസിൽ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.